ഇന്നത്തെ പത്തരമാറ്റ് എപ്പിസോഡിൽ നിർമ്മലിനെ പിടികൂടാൻ വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുകയും നിർമ്മലിൻ്റെ ഫ്രണ്ടിനെ അവൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടുകയും ചെയ്യുന്നു. അങ്ങനെ ആദർശ്, നവ്യയും നയനയും സംസാരിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അബി. അബി പേടിച്ച് വിറച്ചുകൊണ്ട് ഫോൺ വിളിക്കുകയും നിർമ്മലിനോട് പറയുകയും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുകയും ചെയ്യുന്നു. പക്ഷേ അവൻ രാവിലെ തന്നെ അവിടെ നിന്നും മാറി നിന്നിട്ടാണുള്ളത് എന്നറിയുമ്പോൾ അബി സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അബി പിന്നീട് സോഫയിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നവ്യ അബിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഉടൻ തന്നെ നിർമ്മലിനെ പോലീസ് പിടികൂടും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അബി പറയുകയാണ്, എന്തിനാണ് ഇതിൻ്റെ പിന്നിൽ നീ പോകുന്നത്? എനിക്കറിയാമല്ലോ നീ നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ വീണ്ടും എന്തിനാണ് ഇതിൻ്റെ പിറകെ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നവ്യ പറയുകയാണ്, അവൻ എൻ്റെ ക്യാരക്ടറിനെയാണ് ചോദ്യം ചെയ്തത്, അവനെ ഞാൻ ജയിലടക്കുക തന്നെ ചെയ്യും, എന്നാലേ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അബി. ഇതിനിടെ അനി ആരോടോ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് കനക കാണുകയും അത് നന്ദു ആണെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കനക നന്ദുവിനെ ഫോൺ വിളിക്കുകയും ചുമ്മാ വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനി ഇത് കാണുകയും ഫോൺ എടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കനക വിമ്മിഷ്ടം കാണിക്കുകയും ഫോൺ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അത് നയന ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ നയന എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവർ സുഹൃത്തുക്കളല്ലേ എന്ന് പറയുകയും കനക തനിക്കത് ഇഷ്ടമല്ല, അവൾ പ്രായപൂർത്തിയായ കല്യാണ സമയമായ പെണ്ണാണെന്ന് പറയുന്നു. അങ്ങനെ അനി പോകുന്നു. പിന്നീട് നടന്നത് അബിയും അനിയുടെ അമ്മയും ജലജയും സംസാരിച്ചിരിക്കുകയാണ്. അനിയുടെ അമ്മ വളരെ സങ്കടത്തോടെ ഇരുന്നു. മകന് ഇത് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ പിരികേറ്റാൻ ജലജയും അബിയും വരുന്നുണ്ട്. അവർ പറയുകയാണ് അനിയുടെ മനസ്സിൽ വേറെ ഏതോ പെണ്ണുണ്ടെന്നും അബി ഒരു ദിവസം പാർക്കിൽ അവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. എന്ത് വന്നതിനാലും ഈ നിശ്ചയിച്ച കല്യാണം നടത്തിയേ പറ്റൂ എന്ന് പറയുകയാണ് അനിയുടെ അമ്മ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. പിന്നീട് അനി ബൈക്കെടുത്ത് പോകുന്നത് കണ്ടുകൊണ്ട് നയന ഉടൻ തന്നെ പിറകെ പോവാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കനകയോട് പറയുകയാണ് കല്യാണിയെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ അവൻ്റെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട്.